നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകുമ്പോഴും പ്രവർത്തനം സജീവമാക്കി മുന്നണികൾ. തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജം എന്നാണ് ഇരു മുന്നണികളുടെയും അവകാശവാദം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാലുടൻ മത്സരചിത്രം തെളിയും. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിന്റെയും ചുമതല മന്ത്രിമാർക്ക് നൽകി കച്ചമുറുക്കുകയാണ് LDF. മണ്ഡലത്തിൽ അനുകൂല സാഹചര്യമാണ് എന്ന വിലയിരുത്തലാണ് UDF. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, തീയതി ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല. എങ്ങനെയാണ് മുന്നണികളുടെ ഒരുക്കങ്ങളൊക്കെ? തീർച്ചയായിട്ടും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഇങ്ങനെ വൈകുകയാണെങ്കിൽ പോലും പക്ഷേ മുന്നണികളൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്നുണ്ട്. താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തന്നെ മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരസ്യമായി ഇപ്പോൾ ചുവരെഴുത്തുകളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. നേരത്തെ UDFന്റെ നേതൃത്വത്തിൽ ചന്തക്കുന്നിൽ ചുവരെഴുത്ത് നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ LDF പ്രവർത്തകരും മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുവരെഴുത്തുകൾ നടത്തിയിട്ടുണ്ട്. ബൂത്ത് തല ഓഫീസുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാണ്. അത് ആഴ്ചകൾക്ക് മുൻപ് തന്നെ അത്തരത്തിൽ പ്രവർത്തകർ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഔദ്യോഗികമായുള്ള പ്രഖ്യാപനത്തിനായുള്ള ഒരു കാത്തിരിപ്പാണ് അക്ഷരാർത്ഥത്തിൽ എന്നുള്ളതാണ്. അത് ഇങ്ങനെ വൈകുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇനി എപ്പോൾ വന്നാലും തെരഞ്ഞെടുപ്പ് എപ്പോൾ പ്രഖ്യാപിച്ചാലും അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഇരു മുന്നണികളും ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം LDFനെ സംബന്ധിച്ചിടത്തോളം ഇത് മണ്ഡലം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പ്രചരണങ്ങൾ മന്ത്രിമാരുൾപ്പെടെയുള്ളവരെ ഇങ്ങോട്ടേക്ക് പ്രചരണത്തിനായി എത്തും. ഈ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായ ഉടൻ തന്നെ അതിൻ്റെ പ്രഖ്യാപനങ്ങളിലേക്ക് വരും. മാത്രമല്ല ഈ UDFനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ട കഴിഞ്ഞ 2 ടൈമിലായി നഷ്ടപ്പെട്ടു പോയ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ LDF ഈ മണ്ഡലം പിടിച്ചെടുത്ത PV അൻവർ ഇത്തവണ UDFനൊപ്പമാണ്. അതുകൊണ്ട് ഈ PV അൻവറിനെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് UDFും പ്രവർത്തന രംഗത്ത് സജീവമായിരിക്കുന്നത്. ഏതായാലും ഇനി ഔദ്യോഗികമായുള്ളൊരു ത്തിനുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇരു മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും മറ്റു പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ സജീവമായി നടക്കുന്നുമുണ്ട്. ജിൽസ്.